കൂട്ടുകാരെ, നമ്മൾ ക്രിസ്മസ് ലാൻഡിൽ പോവാണ്. തായ്വാനിലെ മനോഹരമായ ബാഞ്ചിയാവോ ക്രിസ്മസ് ലാൻഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ 2025 ബാഞ്ചിയാവോ ക്രിസ്മസ് ലാൻഡിലെ മനോഹര കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക്, മെട്രോ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ ക്രിസ്മസ് ട്രീയിലേക്കുള്ള പ്രവേശന കവാടമാണിത്. മനോഹരമായൊരു കവാടമാണ് ഈ ക്രിസ്മസ് ട്രീയുടെ മുന്നിലേക്ക് വരാനായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വർക്ക് ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് വർക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റി ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ തായ്വാനിൽ അങ്ങനെയല്ല. നവംബർ പകുതിയോടുകൂടി തന്നെ ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. എന്നിട്ട് ക്രിസ്മസ് കഴിഞ്ഞ് വീണ്ടും ന്യൂ ഇയർ വരെ ഈ ഒരു ആഘോഷം ഇവിടെ തുടരുക തന്നെ ചെയ്യും. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ ക്രിസ്മസ് ട്രീയുടെ മുന്നിലായിട്ടൊരു ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഷോ തുടങ്ങുകയാണ്. ഇതാ ക്രിസ്മസ് ട്രീ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിക്കോടുകൂടി തുറന്നു വരികയാണ്. അപ്പോൾ അതിനുള്ളിലെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ട്രീയിൽ നിന്നും സ്നോ മഴ പെയ്യുകയാണ്. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിലൊക്കെ ഭയങ്കര ഫീലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത് എൻജോയ് ചെയ്യുമ്പോൾ. കുട്ടികളെല്ലാവരും ഫുൾ ക്രിസ്മസ് വൈബിലാണ്. നമ്മളിത് കാണുമ്പോൾ ഒരു മാജിക്കൽ ലാൻഡ്, ക്രിസ്മസ് ലാൻഡ് ഒരു മാജിക്കൽ ലാൻഡ് ആവുന്ന, സന്തോഷത്തിൻ്റെ ലാൻഡ് ആവുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് പോലെ ക്രിസ്മസ് ട്രീക്ക് ചുറ്റും നിരവധി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. നമ്മൾ എമിമോൾക്ക് ഒരു ലൈറ്റ് കത്തുന്ന കോലുമുട്ടായി വാങ്ങിച്ചു. നല്ലതാണോ? മാംഗോ സ്മൂത്തി, സ്ട്രോബെറി സ്മൂത്തി, പൊട്ടറ്റോ ചിപ്സ്, ഇതൊക്കെ നമ്മളിവിടെ വാങ്ങി ട്രൈ ചെയ്തു. എല്ലാം കിടിലൻ ടേസ്റ്റിയാണ്. ഈ ക്രിസ്മസ് ട്രീയുടെ കാഴ്ച ഇവിടെ കണ്ടു. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്ത് യഥാർത്ഥ ക്രിസ്മസ് ലാൻഡിലേക്ക് നമുക്ക് പോകണം. റോഡ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സാഹസികമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് ക്രിസ്മസ് ലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ എല്ലായിടത്തും ഫോട്ടോ ഫ്രെയിമുകളുടെ ഒരു കൂമ്പാരമാണ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ക്രിസ്മസ്.
ഇനി നമുക്ക് ക്രിസ്മസ് ലാൻഡിലേക്ക് പോകാനായിട്ട് ഈ റൂട്ടിൽ കൂടെ മുന്നോട്ട് പോകണം. ഇവിടെ ഇതാ ഒരു ബലൂൺ പൊങ്ങി വരും നമുക്ക് കാണാം. ഇവിടെ നോക്കുമ്പോൾ ബലൂണല്ല, പകരം റോസപ്പൂവാണ് പൊങ്ങി വരുന്നത്. വൈറ്റ് റാബിറ്റിനെ ഇവിടെ കാണാം. അപ്പം ഇവിടുത്തെ ഈ മരങ്ങളിൽ കൂടെ എല്ലാം ഒരുപാട് ഡെക്കറേഷൻസ് ആണ്. എല്ലായിടത്തും ലൈറ്റാണ്. മരങ്ങളിലും തൂണുകളിലും സ്ട്രീറ്റ് മൊത്തം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ബാഞ്ചിയാവോ നഗരത്തെ പകല് പോലെ ലൈറ്റ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ക്രിസ്മസ് ലാൻഡിനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ വന്നപ്പോൾ മനോഹരമായ കവാടങ്ങളോട് കൂടിയ മറ്റൊരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാഞ്ചിയാവോ നഗരം മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള ഡെക്കറേഷൻസ്, ലൈറ്റ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ലാൻഡിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ ഫുട്ബോൾ അമ്മാനമാടുന്ന നിരവധി ആനക്കുട്ടികളെ നമുക്കിവിടെ കാണാം. ഒന്നും രണ്ടുമല്ല, അങ്ങ് കണ്ണത്താ ദൂരത്ത് ആനക്കുട്ടികൾ പന്തുമായി അമ്മാനമാടുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ഭംഗിയാണ് ഓരോ ശില്പത്തിനും എന്നത്. കൊള്ളാമോ? കൊള്ളാം, സൂപ്പർ. ഓക്കെ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ചുറ്റിക്കറങ്ങി ബാഞ്ചിയാവോയിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ ക്രിസ്മസ് ലാൻഡിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ക്രിസ്മസ് ട്രീയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ട്രീ കാണിച്ചു തരാം. ഇതാണ് ബാഞ്ചിയാവോ ക്രിസ്മസ് ലാൻഡിലെ ഇത്തവണത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടുള്ള ക്രിസ്മസ് ട്രീ. അപ്പോൾ നമ്മുടെ എമി മോള് ഫുൾ ഡെക്കറേഷനിൽ ബാഞ്ചിയാവോ ക്രിസ്മസ് ലാൻഡ് പോലെ തന്നെ തിളങ്ങുകയാണ്. ക്രിസ്മസ് ട്രീയുടെ തൊട്ടടുത്ത് വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്മസ് ട്രീ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ തറനിരപ്പിൽ നിന്ന് നമ്മൾ മുമ്പേ കണ്ടത് ഇതിൻ്റെ യഥാർത്ഥ ഉയരമല്ല. അപ്പോൾ നമ്മൾ കാണുന്നതിലുമൊക്കെ ഒരുപാട് ഉയരമുള്ള ഒരു ട്രീയാണ്, വലിയൊരു ട്രീയാണ് ഈ ക്രിസ്മസ് ട്രീ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ബാഞ്ചിയാവോ നഗരത്തിൽ ഓരോ ദിവസവും എത്തി ഈ ക്രിസ്മസ് ട്രീയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നത്. ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലേക്ക് പോകാം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്മസ് ട്രീ ഒരു അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുമ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ യഥാർത്ഥ വലിപ്പം നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി ചുവട്ടിൽ നിന്നുള്ള ക്രിസ്മസ് ട്രീയുടെ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ താഴേക്ക് വന്നപ്പോഴേക്കും വളരെ വലിയ, മുകളിൽ നിന്ന് കണ്ടതിലുമൊക്കെ വളരെ വലിയ ഒരു ട്രീ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ടും തായ്വാനിലുള്ളവർ വന്ന് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ക്രിസ്മസ് ലാൻഡിലെ ഈ വലിയ ക്രിസ്മസ് ട്രീയും ഒപ്പം തന്നെ ഈ ഒരു ക്രിസ്മസ് ലാൻഡും. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ബാഞ്ചിയാവോ നഗരത്തിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളായിരിക്കും, ഇതിൻ്റെ ഇരട്ടിയിലധികം ആളുകളായിരിക്കും ഓരോ ദിവസവും ഇവിടെ എത്താൻ പോകുന്നത്. എന്തായാലും തായ്വാനിലുള്ളവർ ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒന്നാണ് ബാഞ്ചിയാവോ ക്രിസ്മസ് ലാൻഡും ഈ ക്രിസ്മസ് ട്രീയും. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.